Hello students, it's me Needu. അടുത്ത ദിവസം നമുക്ക് ഫോർത്ത് സെമ്മിലെ ഹൈഡ്രോളിക്സിൻ്റെ എക്സാം നടക്കുകയാണ് ഈ വരുന്ന 19-ാം തീയതി. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ഞാനിത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടാണ്. അതായത് ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ മൊഡ്യൂൾ 1-ലെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് ചെയ്യാം. പിന്നെ കോവിഡിൻ്റെ കാരണങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് 3 മൊഡ്യൂൾസ് മാത്രം പഠിച്ചാൽ മതി. ഹൈഡ്രോളിക്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാസ്റ്റാണ് സിലബസൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു അനുഗ്രഹമാണ് ഈ ഒരു 3 മൊഡ്യൂൾസ് പഠിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ആൻഡ് എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2020 നവംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് മൊഡ്യൂൾ 1-ൽ നിന്നും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ തിയറി പാർട്ടൊന്നും ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് പറയുന്നില്ല, പ്രോബ്ലംസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് 4 മൊഡ്യൂൾസാണുള്ളത്. എനി 4 മൊഡ്യൂൾസ് നമുക്ക് പഠിച്ചാൽ മതി. അതിൽ തന്നെ ഈ 4 മൊഡ്യൂൾസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഏത് മൊഡ്യൂളാണോ ഏതെങ്കിലും ഒരു മൊഡ്യൂളിനെ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഉണ്ടായിരുന്നത് 3 പാർട്ടുകളായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. പാർട്ട് എയിൽ എന്ന് പറയുന്നത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. പാർട്ട് എയിൽ എന്ന് പറയുന്നത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 5 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. കോവിഡിന് മുമ്പായിരുന്നെങ്കിൽ, നമുക്ക് ഈ കോവിഡിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഈ 5 ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് കാരണത്താൽ നമുക്ക് 75 മാർക്സിലാണ് എക്സാം നടത്തുന്നത്. 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയും ചെയ്യും. സോ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ട് 100 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാം നമുക്ക്. പക്ഷേ അതിൽ നിന്ന് 75 മാർക്സ് സ്കോർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനകത്ത് എനി 3 അറ്റൻഡ് ചെയ്താൽ മതി ഈ ഒരു ഇതിൽ നിന്നും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഒരു എക്സാം ഈ പാറ്റേണിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 3rd സെമ്മിലെ എക്സാം നമ്മൾ ഇതേ പാറ്റേണിലാണ് അറ്റൻഡ് ചെയ്ത്. ഇനി പാർട്ട് ബിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുന്നത് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. എല്ലാ ക്വസ്റ്റ്യൻസും 6 മാർക്സാണ്. അതിനകത്ത് 7 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ഈ 7 ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് എനി 4 ഏതെങ്കിലും 4 മതി. ഈ 7 ക്വസ്റ്റ്യൻസ് 4 മൊഡ്യൂൾസ് എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 4 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ ഈ 5 ക്വസ്റ്റ്യൻസും എന്താണ്, 4 മൊഡ്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ പാർട്ട് സിയിൽ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്? 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 15 മാർക്സിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 7, 8 അല്ലെങ്കിൽ 6, 9 എന്നുള്ള രീതിയിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൽ തന്നെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. അതിന് ഓറായിട്ട് എന്തുണ്ടാവും, 6ാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 മൊഡ്യൂൾസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 4 മൊഡ്യൂൾസിലും യൂണിറ്റ് ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഏതെങ്കിലും 3 മൊഡ്യൂൾസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ്. ആൻസർ എനി ഓഫ് ദ 3 യൂണിറ്റ്സ്. എന്നുവെച്ചാൽ 3 യൂണിറ്റ്സ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 3 മൊഡ്യൂൾസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഓവറോൾ പാറ്റേൺ ഉള്ളത്. നമുക്ക് 4 മൊഡ്യൂൾസ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും 3 മൊഡ്യൂൾസ്. ഓക്കെ, നമുക്ക് പഠിക്കേണ്ടത് 3 മൊഡ്യൂൾസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ, 3rd മൊഡ്യൂൾ ആൻഡ് 4th മൊഡ്യൂൾ. 2nd മൊഡ്യൂളാണ് സ്കിപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം.
പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ. എന്താണ് ടോട്ടൽ പ്രഷർ, എന്താണ് സെൻറ്റർ ഓഫ് പ്രഷർ? 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ പ്രഷർ എന്താണെന്ന് എഴുതാം, അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷർ എന്താണെന്നുള്ളതും എഴുതാം. എന്തായിരുന്നു ടോട്ടൽ പ്രഷർ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് വെൻ ദ ഫ്ലൂയിഡ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി സർഫേസ്. ഓക്കെ, അതാണ് ടോട്ടൽ പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷർ എന്താ? ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദി ടോട്ടൽ പ്രഷർ. അത്ര എഴുതിയാൽ മാത്രം മതി. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് വീതം 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ടോട്ടൽ പ്രഷറിൻ്റെയും സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെയൊക്കെ പ്രോബ്ലംസ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഒരു പ്രോബ്ലം എന്താണ് ടോട്ടൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ, എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ. എന്താണ് സ്റ്റേറ്റ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു ഇക്വേഷൻ ഇതാണ്, A1V1 = A2V2. നിങ്ങൾക്ക് ഡെഫിനിഷൻ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി എന്ത് എഴുതി വെക്കുക, അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇക്വേഷനെങ്കിലും എഴുതി വയ്ക്കുക. അതായത് ഒരു പൈപ്പിനകത്ത് കൂടി ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യുന്ന സമയത്ത് അത് ആ ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലൂയിഡ് ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം. ആ പൈപ്പിനകത്ത് കൂടി ആ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏത് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ ക്രോസ് സെക്ഷനകത്ത് ഉണ്ടാവുന്ന ഡിസ്ചാർജ്, ഏത് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡിസ്ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡിഫൈൻസ് ദാറ്റ് for a steady incompressible fluid flowing through a pipe at all cross section, the quantity of fluid per unit time is constant. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതി വെക്കാനായിട്ട് ഓർത്ത് വയ്ക്കുക. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് എ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നുണ്ട്, കൂടെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്യുന്നു. ബോർഡിൽ എഴുതി ചെയ്യാൻ മാത്രമുള്ള സമയം നമ്മുടെ കയ്യിലില്ല. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. The right limb of a simple U-tube manometer containing mercury is open to atmosphere while the left limb is connected to a pipe in which the fluid of specific gravity 0.9 is flowing. Okay. The center of the pipe is 120 mm below the level of mercury in the right limb. Find the absolute pressure of fluid in a pipe in Pascal unit if the difference in the mercury levels in 2 limbs is 200 mm. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, നമുക്ക് അതിൻ്റെ ഫിഗർ തരാറുണ്ടായിരുന്നു. സിമ്പിൾ മാനോമീറ്ററിൻ്റെയൊക്കെ ഫിഗർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആയിക്കോട്ടെ സിമ്പിൾ മാനോമീറ്റർ ആയിക്കോട്ടെ ഫിഗർ തന്നിട്ടായിരുന്നു നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാമിന് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ടാവും. നമ്മൾ ആ ഫിഗർ ഡ്രോ ചെയ്തെടുക്കണം ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റിന് നോക്കാം. ദ റൈറ്റ് ലിംബ് ഓഫ് എ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ, റൈറ്റ് ലിംബ് ഓഫ് എ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി. അപ്പോൾ ഒരു സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ ആണ്. അല്ലേ, സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ. ഓക്കെ, സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി. അതിനകത്തുള്ള ഫ്ലൂയിഡ് ഏതാണ്? മെർക്കുറിയാണ്. ഓപ്പൺഡ് ടു അറ്റ്മോസ്ഫിയർ, റൈറ്റ് ലിംബാണ്. റൈറ്റ് ലിംബ് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആണ്. ആൻഡ് വൈൽ ദ ലെഫ്റ്റ് ലിംബ് ഈസ് കണക്റ്റഡ് ഇൻ എ പൈപ്പ്. ലെഫ്റ്റ് ലിംബ് എന്താണ്, ഒരു പൈപ്പുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.9 ആണ്. അയച്ചാൽ ഇതിനകത്തൊരു ഫ്ലൂയിഡ്, ഇതിനകത്ത് കൂടി പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.9 ആണ്. ദെൻ ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഈസ്, പൈപ്പിൻ്റെ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് 120 mm ബിലോ ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ റൈറ്റ് ലിംബ്. ഇവിടെ തൊട്ടാണ് നമുക്ക് പറയുന്നത് ഈ പൈപ്പിൻ്റെ സെൻറ്റർ. ഇപ്പോൾ സെൻറ്റർ ഞാനിങ്ങനെ ഒരു ലൈൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പൈപ്പിൻ്റെ സെൻറ്റർ റൈറ്റ് ലിംബിലുള്ള മെർക്കുറി ലെവലിനേക്കാളും, ഇപ്പോൾ റൈറ്റ് ലിംബിലുള്ള മെർക്കുറി ലെവൽ എന്ന് പറയുന്നത് ഇതാ
ഇത്രയാണ് മെർക്കുറി ലെവൽ വരുന്നത്, മെർക്കുറി വരുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വരയ്ക്കാൻ കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെൻറ്റർ, ഈ പൈപ്പിൻ്റെ സെൻറ്റർ 120 mm താഴ്ന്നിട്ടാണ്, റൈറ്റ് ലിംബിൽ മെർക്കുറിനേക്കാളും 120 mm താഴ്ന്നിട്ടാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ ഉള്ളത്, ഫൈൻഡ് ദ ആബ്സല്യൂട്ട് പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ് ഇൻ പാസ്കൽ യൂണിറ്റ്. ഇവിടുത്തെ ആബ്സല്യൂട്ട് പ്രഷറാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നെ എന്താ തന്നിരിക്കുന്നത്, ഇഫ് ദ ഡിഫറൻസ് ഇൻ ദ മെർക്കുറി ലെവൽസ് ഇൻ 2 limbs ഈസ് 200 mm. 2 ലിംബിലുള്ള മെർക്കുറി ലെവൽ ഡിഫറൻസ് 200 mm ആണ്. അയച്ചാൽ റൈറ്റ് ലിംബിലുള്ള മെർക്കുറി ലെവലും ലെഫ്റ്റ് ലിംബിലുള്ള മെർക്കുറി ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 200 mm ആണ്. ഓക്കെ, 200 mm ആണ്. അപ്പോൾ നമുക്ക് ഫിഗർ കിട്ടി. ഈ ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. ഡാറ്റം മാർക്ക് ചെയ്യുന്നുണ്ട്, ഡാറ്റം ലൈന് മാർക്ക് ചെയ്തു XX. ഓക്കെ, ജസ്റ്റ് ഡാറ്റത്തിനൊരു പേര് കൊടുത്തു. ഇനി ഈ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യേ വേണ്ട, ഡാറ്റത്തിന് താഴെയുള്ള പോർഷൻ കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 2 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ് ലിംബിലുള്ള പ്രഷറും ലെഫ്റ്റ് ലിംബിലുള്ള പ്രഷറിനെ ഇക്വേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് ചെയ്ത് നോക്കാം. ഏതൊക്കെ പ്രഷറാണ് വരുന്നത്, പ്രഷർ വിത്തിൻ ദ പൈപ്പിനെ ഞാൻ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്, പ്രഷർ അറ്റ് എ, അതിനവിടത്തുള്ള പ്രഷർ പ്ലസ് ഈ ഒരു ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ അല്ലേ, ഈ ഒരു ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ. അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് ആ വാല്യൂ ഇതല്ലേ, ആ ഹൈറ്റ് എത്രയാണ്, 200 മൈനസ് 120. 200 മൈനസ് 120 ഈക്വൽ ടു 80 mm അല്ലേ, 200 മൈനസ് 120 80 mm. അപ്പോൾ PA പ്ലസ് ρ1G/H1. ഓക്കെ, ρ1G/H1 ഈ ഹൈറ്റാണ് H1. ക്ലിയർ. ഇനി ഈ സൈഡിൽ വേറെ പ്രഷറൊന്നുമില്ല, ഡാറ്റത്തിൻ്റെ മുകളിൽ ഈ സൈഡിൽ വേറെ പ്രഷറുകളൊന്നുമില്ല, ഈക്വലാണ് അപ്പുറത്തെ സൈഡിലുള്ള പ്രഷേഴ്സ്. അപ്പുറത്തെ സൈഡിലുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്, ഈ ഒരു പോർഷനുള്ള ഈ ഒരു ഹൈറ്റ് കാരണം മാത്രം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതെന്താ ചെയ്യാം, ρ2 വേറൊരു ലിക്വിഡാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആൾ ആരായിരുന്നു, ഇത് വേറൊരു ഫ്ലൂയിഡാണ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. ഇവിടെ ഉണ്ടാകുന്ന ആരാണ്, മെർക്കുറിയാണ്, അത് വേറൊരു ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡ് അല്ല അപ്പുറത്തുള്ളത്. സോ ഞാൻ അതിൻ്റെ ഡെൻസിറ്റി ρ2 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ρg ഹൈറ്റിന് നമുക്ക് H2 എന്ന് ഡിനോട്ട് ചെയ്യാം. H2 എന്ന് പറയുന്നത് ഈ 200, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് H2. ഓക്കെ, ഇനി ഓരോന്നിനുള്ള വാല്യൂസ് കൊടുത്താൽ മതി. PA പ്ലസ് ρ1G/H1 ഈക്വൽ ടു ρ2G/H2. നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു, PA ആണ് കാണേണ്ടത്. PAനെ ഇവിടെ നിർത്താം, ഈക്വൽ ടു ρ2G/H2 മൈനസ് ρ1G/H1. ഓക്കെ, ഇനിയുള്ളത് റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എഴുതി നോക്കാം. റോ2 എന്ന് പറയുന്നത് ഏത് ഫ്ലൂയിഡാണ്, ഇപ്പുറത്തെ ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡാണ് നമ്മൾ ρ2 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് 1 എന്നാണ്, ഈ സൈഡിലുള്ളതിനൊക്കെ നമ്മൾ 1 എന്നും ഈ സൈഡിലുള്ളതിനൊക്കെ 2 എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ρ2 എന്ന് പറയുന്നത് ഏതാണ്, മെർക്കുറിയാണ്. മെർക്കുറിൻ്റെ ഡെൻസിറ്റി 13.6 ഇൻറ്റു 1000. ഓക്കെ, ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് 13.6 ഇൻറ്റു 1000. ഇപ്പോൾ ρ2 കിട്ടി. G 9.81 ആണ്, അത് പ്രത്യേകം എഴുതുന്നില്ല. H2 ഈക്വൽ ടു 200 mm. 200 mm എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, 0.2 മീറ്റേഴ്സ് അല്ലേ, 0.2 മീറ്റേഴ്സ്. ദെൻ ഇപ്പോൾ ഈ സൈഡ് ഓക്കെ ആയി. ദെൻ ρ1 എന്ന് പറയുമ്പോൾ 0.9 ഇൻറ്റു 1000. ഈ ഫ്ലൂയിഡാണ് ρ1 ഡിനോട്ട് ചെയ്യുന്നത് 0.9 ഇൻറ്റു 1000 ആ വാല്യൂ. ദെൻ G 9.81. H1 ഈക്വൽ ടു 200 മൈനസ് 120 വിച്ച് ഈസ് ഈക്വൽ ടു 80 mm വിച്ച് ഈസ് ഈക്വൽ ടു 0.08 മീറ്റേഴ്സ്. ഓക്കെ, എത്രയാണ്, 0.08 മീറ്റേഴ്സ്. ഈ വാല്യൂസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ρ2 13.6 ഇൻറ്റു 1000, G 9.81 ഇൻറ്റു
H2 എന്ന് പറയുമ്പോൾ 0.2 മൈനസ് റോ 1 0.9 ഇൻറ്റു 1000 G 9.81 ഇൻറ്റു H1 എന്ന് പറയുമ്പോൾ 0.08. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഇത് കാൽക്കുലേറ്ററിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് എന്ത് അവിടുത്തെ പ്രഷർ. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യനിൽ എന്താണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആബ്സല്യൂട്ട് പ്രഷറാണ്. ഓക്കെ, നമുക്ക് പ്രഷർ വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്, ഇത്രയും പറഞ്ഞൊരു വാല്യൂ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ആബ്സല്യൂട്ട് പ്രഷറാണ് നമുക്ക് കാണേണ്ടത്. ആബ്സല്യൂട്ട് പ്രഷറാണ് നമുക്ക് കാണേണ്ടത്. ആബ്സല്യൂട്ട് പ്രഷർ കാണാൻ വേണ്ടി എന്താ ചെയ്യുക? ഇതും ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷറൊക്കെ കാണാനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, എനിവേ ആബ്സല്യൂട്ട് പ്രഷർ എങ്ങനെ കാണാമെന്നുള്ളതാണ്. ആബ്സല്യൂട്ട് പ്രഷർ കാണാൻ എന്താ ചെയ്യാം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ അല്ലേ? ഗേജ് പ്രഷർ എന്താണ്? നമുക്ക് ഈ കിട്ടിയേക്കുന്ന വാല്യൂ ആണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആയിരിക്കും അല്ലേ? നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ എം സ്ക്വയറിലാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ ന്യൂട്ടൺ പെർ എം സ്ക്വയർ എത്രയാണ് വാല്യൂ വരുന്നത്? 101.33 ന്യൂട്ടൺ പെർ എം സ്ക്വയർ പ്ലസ് ഗേജ് പ്രഷർ എത്രയായിരുന്നു? ഞാൻ വാല്യൂ എഴുതുന്നുണ്ട്, ഇതുതന്നെയാണോ കിട്ടണമെന്ന് ചെക്ക് ചെയ്യാം. 0.88. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത്രയും ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ്. ക്വസ്റ്റ്യനിൽ എന്തോ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻ പാസ്കൽ എന്നുള്ള യൂണിറ്റിലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ആബ്സല്യൂട്ട് പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ് ഇൻ പാസ്കൽ യൂണിറ്റ്സ് ആണ്. പാസ്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ് അല്ലേ? പാസ്കൽ എന്ന് പറയുന്നത് ഇതാണ്, പി എ. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ പെർ എം സ്ക്വയർ തന്നെയാണ് പാസ്കൽ. അപ്പോൾ ഇത്രയും ചെയ്താൽ മാത്രം മതി ചെയ്യാനായിട്ട്. ഇനി ഇതല്ലാണ്ട് ഈ പ്രോബ്ലത്തിന് നമുക്ക് വേറൊരു രീതിയിലൂടെ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക? ഇൻ ടേംസ് ഓഫ് ഹൈറ്റിൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ട് ഈ റോ 1 G H2 H1 എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് ഇൻ ടേംസ് ഓഫ് പ്രഷർ കോളത്തിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ് കോളത്തിൻ്റെ ടേംസിലേക്ക്, പ്രഷർ കോളം അല്ല ലിക്വിഡ് കോളത്തിൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ട് പ്രോബ്ലം ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എറേസ് ചെയ്യുന്നുണ്ട്. എറേസ് ചെയ്യുന്ന സമയത്ത് താഴെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 മാർക്കാട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ തന്നെ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. The water is flowing through a tapering pipe of diameter 100 mm and 150 mm respectively. Find the discharge through the pipe if the velocity of water flowing through the pipe at smaller diameter is 5 meter per second and also find the velocity at a larger end. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ദ വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ ടാപ്പറിങ് പൈപ്പ്. ഇങ്ങനെ എന്താ പറയുന്നത്? ഒരു ടാപ്പറിങ് പൈപ്പാണ്. ടാപ്പറിങ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് അതിൻ്റെ സൈസ് ഇങ്ങനെ വേരി ചെയ്യുന്നൊരു പൈപ്പ്. ഓക്കെ, ഇതൊരു പൈപ്പാണ്. ആ പൈപ്പിൻ്റെ സൈസ് ഇങ്ങനെ വാരി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡ് 2 സെക്ഷൻസ്, നമുക്ക് 2 സെക്ഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. ഓക്കെ, 2 സെക്ഷൻസ് ആണുള്ളത്. അതിനകത്ത് ദ വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ ടാപ്പറിങ് പൈപ്പ് ഓഫ് ഡയമീറ്റർ 100 mm ആൻഡ് 150 mm.
അതിൻ്റെ ഒരു സൈഡിലുള്ള ഡയമീറ്റർ ഡി എന്ന് പറയുന്നത് D1, സെക്ഷൻ 1-ലുള്ളത് D1 100 mm ആണ്. സിമിലർലി D2 എന്ന് പറയുന്നത് 150 mm ആണ്. ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ ദ പൈപ്പ്. ഡിസ്ചാർജ് കാണണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്ചാർജാണ് കാണേണ്ടത്. ഡിസ്ചാർജിനെ Q എന്നല്ലേ ഡിനോട്ട് ചെയ്യുന്നത്, Q ആണ് കാണേണ്ടത്. ഇഫ് ദ വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ് അറ്റ് സ്മോളർ ഡയമീറ്റർ ഈസ് 5 m/s. സ്മോളർ ഡയമീറ്റർ ഉണ്ടാകുമ്പം അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 5 m/s ആണ്. ഓക്കെ, ദെൻ ആൾസോ ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ലാർജർ എൻഡ് V2. ലാർജർ എൻഡിലുള്ള വെലോസിറ്റിയും കൂടെ കണ്ടുപിടിക്കണം. ഇത്രയാണ് ഗിവൺ ഡാറ്റാസ്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു ഫിഗറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. A1 V1 = A2 V2 അല്ലേ? അല്ലെങ്കിൽ ഡിസ്ചാർജ് Q1 = എന്തായിരിക്കും, Q2 ആയിരിക്കും. കണ്ടിന്യൂറ്റി ഇക്വേഷനാണ് ഫസ്റ്റ് 2 മാർക്സിന് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുന്നുണ്ട്. D1 ഇതുപോലെ തന്നെ എടുത്തെഴുതാം. 100 mm. Diameter D1 = 100 mm, which is equal to 0.1 meters. Then D2 150 mm, 0.15 meters. Okay. Then തന്നിട്ടുള്ളത് V1 തന്നിട്ടുണ്ട്. എത്രയാണ്? 5 m/s. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ പ്രകാരം ഫിഗറിനാണ്, ഈ ഫിഗർ വരയ്ക്കുന്നതിനാണ് 1 മാർക്ക് തന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുന്നതിനും ഈ ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് A1 കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്, അതായത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്, A1 കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് A1 = π/4 d², D1² അത് കണ്ടുപിടിക്കുക. ദെൻ A2 = π/4 d2². ഇത് കണ്ടുപിടിക്കുന്നതിനുമാണ് 1 മാർക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുന്നത് എന്തിനാണെന്ന് പറയണേ മനസ്സിലായല്ലോ. ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതണമെന്ന് പറയാറുണ്ട് എപ്പോഴും. ഓക്കെ, ഇപ്പോൾ ഞാൻ വാല്യൂസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്താ വരിക? π/4 × D1 എന്ന് പറയുമ്പോൾ 0.1². ഇവിടെ വരുമ്പം π/4 × D2 0.15². ഓക്കെ, ദെൻ നമുക്ക് എന്താ കാണേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ചാർജ് ആയിരുന്നു കാണേണ്ടത് അല്ലേ? ഡിസ്ചാർജ് ആണ് കാണേണ്ടത്. സോ ഡിസ്ചാർജ് കാണാൻ Q = എന്താണ്? A1 V1 അല്ലേ? A1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും വാല്യൂ കൊടുക്കുക. π/4 × 0.1². അപ്പോൾ A1 ആയി. ഇനി V1 ഗിവൺ ആണ് × 5. എല്ലാം മീറ്ററിലാണ്, സോ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ Q കിട്ടും നമുക്ക്, അത്രയും m³/s. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ V2 ആണ്. V2 കാണാൻ എന്താ ചെയ്യുക? നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. A1 V1 = എന്താണ്? A2 V2. ഇതിനകത്ത് V2 ആണ് കണ്ടുപിടിക്കുന്നത്. V2 ഇവിടെ നിർത്തുക, A2 അപ്പുറത്തേക്ക് വന്നാൽ V2 = എന്താ വരിക? A1 V1 / A2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A1 എന്ന് പറയുന്നത് π/4 0.1² × V1 5 / A2 π/4 × 0.15². അത്രയും ചെയ്യുമ്പോൾ നമുക്ക് V2 കിട്ടും. V2ൻ്റെ യൂണിറ്റ് m/s. ഓക്കെ, ഇത്രയും ചെയ്യുന്നതിനാണ് 6 മാർക്ക് ഉള്ളത്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ. പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ സർക്കുലർ പ്ലേറ്റ് 2 meter diameter ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. എന്താ കണ്ടീഷൻ? സച്ച് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഡെപ്ത് ബിലോ ദ ഫ്രീ സർഫേസ് ആർ 2 meter and 1 meter respectively. Find the total pressure and the depth of the center of pressure. ഓക്കെ, ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും ആണ് കാണാനുള്ളത്. ഒരു സർക്കുലർ പ്ലേറ്റ് ആണ്, അത് വാട്ടർ ബോഡിയിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിഗർ വരയ്ക്കാം. ഇതാണ് ഫ്രീ സർഫേസ്.
ഫ്രീ സർഫേസിൽ നിന്നും ഒരു ബോഡി ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻ ഇതാണ്. അതിൻ്റെ ലീസ്റ്റ് ഡെപ്ത്ത് 1 മീറ്ററും ഗ്രേറ്റസ്റ്റ് ഡെപ്ത്ത് 2 മീറ്ററുമാണ്. അതായത് ഒരു ബോഡി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ഇമ്മേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ സർഫേസുമായിട്ട് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഡെപ്ത്ത്, ഇവിടത്തേക്ക് ആഴം കൂടുതൽ ഇവിടത്തേക്ക് ആഴം കുറവായിരിക്കും. ആ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇത് 1 മീറ്ററും ഇത് 2 മീറ്ററും ആയിരിക്കും. ഇനി എന്താണ് ഇത്, എന്ത് പ്ലേറ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നത്? ഒരു സർക്കുലാർ പ്ലേറ്റ് ആണ് അല്ലേ, സർക്കുലാർ പ്ലേറ്റ് ആണ്. ജസ്റ്റ് ഇതൊരു സർക്കുലാർ പ്ലേറ്റ് ആണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഇതാ, ആ പോയിൻ്റ് ആയിരിക്കും എന്ത്, CG എന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. ഇതിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട് 2 മീറ്റർ ആണെന്നുള്ളത്. അതായത് ഈ ഡിസ്റ്റൻസ് 2 മീറ്ററാണ്. ഞാൻ ഈ ബോഡീനെ ഒന്ന് ഡാർക്കൺ ചെയ്യുന്നുണ്ട്. ഇതാണ് CG. ഓക്കെ, ഇത് 2 മീറ്റർ. ഇനി നമുക്കിതിൽ നിന്ന് എന്തൊക്കെ ഡാറ്റാസാണ് വേണ്ടത്? ഗിവൺ ഡാറ്റാസ് ഇത്രയേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ഡെപ്തും ലീസ്റ്റ് ഡെപ്തും ആണുള്ളത്. നമുക്ക് കാണേണ്ടത് ഇത്രയാണ്. ടോട്ടൽ പ്രഷർ ഇക്വേഷൻ എന്താണ്? ρg AH ബാർ. സെൻറ്റർ ഓഫ് പ്രഷർ ഇക്വേഷൻ IG sin square theta by AH bar പ്ലസ് H ബാർ. ഓക്കെ, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ, G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സർഫേസ്, H ബാർ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ഫ്രീ സർഫേസ് എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ H ബാർ എന്ന് പറയുന്നത് ഇതാ ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് H ബാർ. ദെൻ IG മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർക്കുലർ ബോഡി സൈൻ സ്ക്വയർ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണ്. ആ ബോഡി ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അതായത് ഇതിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിവിടെ കോയിൻസൈഡ് ചെയ്യുമല്ലോ, ആ പോയിൻ്റ്, ആ ആംഗിൾ എത്രയാണോ അതാണ് തീറ്റ എന്ന് പറയുന്നത്. ദെൻ ഏരിയ H ബാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം H ബാർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാം. തീറ്റ കാണാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതിനെ ഒന്ന് റീഡ്രോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഇതെത്ര തന്നെയാണ്? തീറ്റ തന്നെയാണ്. നമുക്ക് സൈൻ തീറ്റ അല്ലേ വേണ്ടേ? സൈൻ തീറ്റ ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇത്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്ററാണ്. ഇതെത്രയാണ്? ഇത്രയും വരെ 1 മീറ്ററാണ്, ഹാഫ് വരെ. ഇത് 1 മീറ്റർ ആണെങ്കിൽ ഈക്വൽ ആണല്ലോ. ഇത് എത്ര ഉണ്ടാവണം? 1 മീറ്റർ. അപ്പോൾ ഈ സൈഡ് 1 മീറ്റർ. അപ്പോൾ അതിന് പേര് കൊടുക്കാം ABC. ഇതാ ABC. സൈൻ തീറ്റ ഈക്വൽ ടു AB ബൈ BC. 1/2 ഇസ് ഈക്വൽ ടു 0.5. അപ്പോൾ സൈൻ തീറ്റയുടെ കേസ് ഓക്കെ ആയി. ദെൻ നമുക്ക് വേണ്ടത് എന്താണ്? H ബാർ ആണ് നെക്സ്റ്റ് വേണ്ടത്. H ബാർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഇത്രയും ഡിസ്റ്റൻസ് വരെ എത്രയാണ്? 1 മീറ്ററാണ്. ഇത്രയും വരെ എത്രയാണ്? 1 മീറ്ററാണ്. അതിൻ്റെ ടോപ്പ് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 1 മീറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ 1 മീറ്റർ തന്നിട്ട് ആ 1 മീറ്ററിനോട് കൂടിയിട്ട് ഇത്രയും വരെ 1 മീറ്റർ, അതിനോട് കൂടിയിട്ട് ഈ ബാക്കിയുള്ള ഡിസ്റ്റൻസ് കൂടി ആഡ് ചെയ്യണം. അതിന് നമുക്ക് X എന്ന് ഡിനോട്ട് ചെയ്യാം. എന്താണ്? X. അതായത് 1 + X ആണ് എന്ത്? H ബാർ. അപ്പം ഇനി ഈ X എന്ന ഡിസ്റ്റൻസ് കാണണം. X ഈക്വൽ ടു എങ്ങനെ X കാണാം? സെയിം കാര്യം തന്നെ അപ്ലൈ ചെയ്തൂടെ? നമ്മൾ ഇവിടെ ചെയ്ത അതേ കാര്യം തന്നെ. അതായത് സൈൻ തീറ്റ എന്താ നമുക്ക് കിട്ടിയത്? AB ബൈ BC ആയിരുന്നു. ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ ഈ കുഞ്ഞു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ കുഞ്ഞു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം സൈൻ തീറ്റ എന്താ വരിക? ഇതിനൊരു പേര് കൊടുക്കാം. C കഴിഞ്ഞു, Eയും Fഉം. ഓക്കെ, സൈൻ തീറ്റ ഈക്വൽ ടു EF
ഡിവൈഡഡ് ബൈ എഫ് സി. എഫ് സി ഒക്കെ എത്രയാണ്? 1 മീറ്ററാണ് അല്ലേ? എഫ് സി എത്രയാണ്? 1 മീറ്ററാണ്. ടോട്ടൽ 2 മീറ്റർ, അപ്പോൾ അതിൻ്റെ ഹാഫ് 1 മീറ്റർ അല്ലേ? 2 മീറ്റർ 1 മീറ്റർ. അപ്പോൾ നമുക്ക് ഏത് ഡിസ്റ്റൻസാണ് വേണ്ടത്? ഇ എഫ് ആണ് അല്ലേ? ഇ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇ എഫ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇ എഫ് ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു എഫ് സി അല്ലേ? സൈൻ തീറ്റ ഇൻറ്റു എഫ് സി. സൈൻ തീറ്റ എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ? 0.5. എഫ് സി എത്രയാണ്? 1 മീറ്റർ, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.5. അത്രയും മീറ്റേഴ്സ് എക്സ്. അപ്പോൾ എച്ച് ബാർ എത്ര കിട്ടി? എച്ച് ബാർ ഈക്വൽ ടു 1 പ്ലസ് എക്സ്, 1 പ്ലസ് 0.5 ഇറ്റ് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ. ക്ലിയർ? ഇനി ഈ വാല്യൂസ് അപ്ലൈ ചെയ്യാം. ടോട്ടൽ പ്രഷറിനെ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ പ്രഷർ എഫ് ഈക്വൽ ടു റോ. റോ എന്ന് പറയുന്നത് 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ. ഏരിയ കാണാൻ മറന്നുപോയില്ലേ? ഏരിയ ഈക്വൽ ടു π/4 d സ്ക്വയർ. π/4 ഇൻറ്റു ഡയമീറ്റർ 2 സ്ക്വയർ. വാല്യൂ എത്രയാണ്? π/4 d സ്ക്വയർ വരുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. π/4 d സ്ക്വയർ ഇൻറ്റു എച്ച് ബാർ ഈക്വൽ ടു 1.5. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എഫ് ആണ് കിട്ടുന്നത്. അതായത് പ്രഷർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 46225.9 ന്യൂട്ടൺ. ഓക്കെ, കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 1000 അച്ഛാ 3 സ്ഥാനം ഇപ്പുറത്തേക്ക് 46.22 കിലോ ന്യൂട്ടൺ. ഇതാണ് എന്ത് പറയുന്നത്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ കാണാനുള്ളത്? നെക്സ്റ്റ് കാണാനുള്ളത് സെൻറ്റർ ഓഫ് പ്രഷർ കാണാനുണ്ട്. സെൻറ്റർ ഓഫ് പ്രഷർ കാണാൻ ഈ ടേം വേണം, ഐ ജി. ഐ ജി എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഐ ജി കാണാനുള്ള ഇക്വേഷൻ പൈ d⁴/64. വാല്യൂസ് കൊടുക്കാം. പൈ ഇൻറ്റു d⁴ 2⁴ ഡിവൈഡഡ് ബൈ 64. വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചോളാം. ഇത് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെൻറ്റർ ഓഫ് പ്രഷർ എച്ച് സ്റ്റാർ എന്നാണ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് പ്രഷർ എപ്പോഴും സി ജിൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് ആയിരിക്കും സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഫ്രീ സർഫേസ് എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് എച്ച് സ്റ്റാർ എന്നുള്ളതായിരുന്നു. ഓക്കെ, എച്ച് സ്റ്റാർ ഈക്വൽ ടു ഐ ജി. ഐ ജി എന്ന് പറയുന്നത് പൈ d⁴ 2⁴ ബൈ 64. അത്രയാകുമ്പോഴാണ് ഐ ജി എന്നാവുന്നത്. സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു എത്രയാണ്? 0.5. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ 0.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ. എ എന്ന് പറയുമ്പം π/4 d സ്ക്വയർ ഇൻറ്റു എച്ച് ബാർ. എച്ച് ബാർ 1.5 പ്ലസ് 1.5. ഇത്രയും കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. 1.524 മീറ്റേഴ്സ്. ഓക്കെ, ജസ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള വാല്യൂസേ ഉള്ളൂ. ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇത് തന്നെയാണോ ആൻസർ കിട്ടണമെന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ഇൻക്ലിനേഷനിൽ ഇമേഴ്സ് ചെയ്തിട്ടുള്ള ബോഡിയാണ്. ഇതിങ്ങനെ എന്തായിരിക്കാം? ഹൊറിസോണ്ടലി ഇമേഴ്സ്ഡ് ഉണ്ട്, വെർട്ടിക്കലി ഇമേഴ്സ്ഡ് ഒക്കെ ഉള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെർട്ടിക്കലി ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സർഫേസ് ആണ്. അതിനകത്ത് വെർട്ടിക്കലി ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സർഫേസിൻ്റെ പ്രോബ്ലമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അതിനകത്ത് ഹൊറിസോണ്ടലി ഇമേഴ്സ്ഡ് സർഫേസ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഐ ജിയുടെ വാല്യൂസ് ഏതൊക്കെയാണ് ഓരോ സർഫേസിനും. ഇപ്പോൾ ഇവിടെ ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനാണോ ഇവിടെ അപ്ലൈ ചെയ്യാം? അല്ല. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഏരിയയുടെ ഇക്വേഷൻസ്, ട്രപ്പീസിയം ആകുമ്പം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ചെയ്യുമ്പോഴാണ് 7 മാർക്സ് കിട്ടുന്നത്. സ്റ്റേറ്റ് ആൻഡ് ഡിറൈവ് ദ ബെർണോളിസ് തിയറം ഓഫ് ടോട്ടൽ എനർജി ഓഫ് ലിക്വിഡ് ഇൻ മോഷൻ. എന്താണ് ബെർണോളിസ് തിയറം, അതിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ജസ്റ്റ് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എന്താണ് ബെർണോളിസ് തിയറം എന്നുള്ളത്? ഫോർ എ സ്റ്റഡി
frictionless, incompressible fluid flowing through a pipe. Total energy of a particle remains constant at every section. അതായത് ജസ്റ്റ് അതിൻ്റെ ആ ഇക്വേഷൻ മാത്രം എഴുതുന്നുണ്ട് കേട്ടോ. ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ മാത്രം എഴുതുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഈ ഒരു ഇക്വേഷൻ കൂടി എഴുതി വെക്കാം. P1/ρg പ്ലസ് V1² 2g പ്ലസ് Z1 ഈക്വൽ ടു P2/ρg പ്ലസ് V2² 2g പ്ലസ് Z2. അത്രയും മതി. അല്ലെങ്കിൽ എന്തെഴുതാം? P/ρg പ്ലസ് V² 2g പ്ലസ് Z ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്, ഡാറ്റം ഹെഡ്. ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഹെഡ്, പ്രഷർ ഹെഡ്, ഡാറ്റം ഹെഡ് അല്ലെങ്കിൽ പ്രഷർ എനർജി, വെലോസിറ്റി എനർജി, പൊട്ടൻഷ്യൽ എനർജി എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു പൈപ്പിനകത്ത് കൂടി പാസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ആ ഫ്ലൂയിഡിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എങ്ങനത്തെ ഫ്ലൂയിഡ് ആയിരിക്കണം? അത് സ്റ്റഡി ഫ്ലൂയിഡ് ആയിരിക്കണം, ഫ്രിക്ഷൻലെസ് ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡും ആയിരിക്കണം. ഇതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസുമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബെർണോളിസ് തിയറം പഠിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കുക. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാനായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഡെറിവേഷൻ പഠിക്കുക, കൂടെ അസംഷൻസ്, ബെർണോളിസ് തിയറത്തിൻ്റെ അസംഷൻസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, അതും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 8 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് ആബ്സല്യൂട്ട് പ്രഷർ. സ്റ്റേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഓക്കെ, എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ, ആബ്സല്യൂട്ട് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയർ ഏതെങ്കിലും ഒരു സർഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് എയർ ഏതെങ്കിലും ഒരു സർഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഗേജസ്, മെക്കാനിക്കൽ ഗേജസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഷർ ഗേജ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് പ്രഷർ എന്താണ്? ആബ്സല്യൂട്ട് സീറോ പ്രഷറുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്ന പ്രഷറിനെയാണ് ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ആ ഫിഗർ വെച്ചിട്ട് കാണിക്കാം. നിങ്ങൾക്ക് ഡെഫിനിഷൻസ് ഒന്നും, ടേംസിൻ്റെ ഡെഫിനിഷൻസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഫിഗറെങ്കിലും വരച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ സൈഡിൽ പ്രഷറാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് absolute zero pressure. Okay, absolute pressure. Then atmospheric pressure. Atmospheric pressure. Okay, ഇനി മാർക്ക് ചെയ്യാനുള്ളത് റിലേഷൻഷിപ്പ്. ഈ മൂന്നെണ്ണം തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിച്ചാൽ മതി. ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതാണ് ആബ്സല്യൂട്ട് സീറോ പ്രഷർ. ഗേജ് പ്രഷർ കാണിക്കാം. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ മുകളിലുള്ള പ്രഷറായിരിക്കും ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഇതാണ് ഗേജ് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴെ മാർക്ക് ചെയ്യുന്ന പ്രഷർ, ഇത് ചോദിച്ചിട്ടില്ല എന്നാൽ കൂടെ ഈ പ്രഷറിനെയാണ് നമ്മൾ വാക്വം പ്രഷർ എന്ന് പറയുന്നത്. വാക്വം പ്രഷർ. ദെൻ ആബ്സല്യൂട്ട് പ്രഷറാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോയിന്റിലേക്കുള്ള പ്രഷർ തന്നെ ആബ്സല്യൂട്ട് സീറോ പ്രഷറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയുള്ളൊരു പോയിൻ്റ് ആയിക്കോട്ടെ, ആബ്സല്യൂട്ട് സീറോ പ്രഷറുമായിട്ടാണ് കമ്പയർ ചെയ്ത് പറയണേ എന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് പ്രഷർ എന്നാണ് പറയുക? ആബ്സല്യൂട്ട് പ്രഷർ എന്നാണ് പറയുന്നത്. ആബ്സല്യൂട്ട് പ്രഷർ. ഇത്രയും അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രോബ്ലംസും ചെയ്യാറുള്ളത് ഈ ഭാഗത്തു നിന്നുള്ളത്.
ചിലപ്പം ഏതെങ്കിലും ഒരു പ്രഷർ വാല്യൂ തന്നിട്ട് അത് ആബ്സല്യൂട്ട് പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക ഗേജ് പ്രഷർ ആയിരിക്കും. ഗേജ് പ്രഷറിനെ ആബ്സല്യൂട്ട് പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഗേജ് പ്രഷർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ നമുക്ക് നോൺ ആണ്. എപ്പോഴും ഇൻ ടേംസ് ഓഫ് ലിക്വിഡ് കോൾ ആയിക്കോട്ടെ, മെർക്കുറി കോൾ ആയിക്കോട്ടെ, കിലോ പാസ്കലിലായിക്കോട്ടെ, പാസ്കലിലായിക്കോട്ടെ വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഗേജ് പ്രഷറിനോട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആബ്സല്യൂട്ട് പ്രഷർ കിട്ടും. അതേപോലെ തന്നെ വാക്വം പ്രഷർ കാണാം, ആബ്സല്യൂട്ട് സീറോ പ്രഷറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഹാവിംഗ് ഡയമീറ്റർ 200 mm and 100 mm at sections 1 and 2 respectively. The rate of flow through the pipe is 0.035 m³ per second. The section 1 is 6 meter above the datum and section 2 is 4 meter above the datum. If the pressure at section 1 is 39.24 kilonewton per m square, find the intensity of pressure at section 2. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു പൈപ്പിനകത്ത് കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ പൈപ്പിൻ്റെ കണ്ടീഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? ഡയമീറ്റർ എങ്ങനെയാണ്? 200 mm ഉണ്ട്, 100 mm ഉണ്ട്. എവിടെയൊക്കെയാണ്? സെക്ഷൻ 1ലും 2ലും. എന്നുവെച്ചാൽ ഒരു ടാപ്പറിങ് പൈപ്പാണ്. ഡയമീറ്റർ ചേഞ്ച് ആവുന്ന ഒരു പൈപ്പ്. ദ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ്, ആ പൈപ്പിനകത്ത് കൂടിയുള്ള റേറ്റ് ഓഫ് ഫ്ലോ, അതായത് അവിടുത്തെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 0.035 m³ per second. സെക്ഷൻ 1 എന്ന് പറയുന്നത് ഡാറ്റത്തിൽ നിന്ന് 6 മീറ്റർ എബോവ് ആണ്. സെക്ഷൻ 2 എന്ന് പറയുന്നതോ 4 മീറ്റർ എബോവ് ആണ്. സെക്ഷൻ 1ലെ പ്രഷർ തന്നിട്ടുണ്ട് 39.24 kilonewton per m square. സെക്ഷൻ 2ലെ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക? ബെർണോളിസ് തിയറാണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ എന്ത് എഴുതി വയ്ക്കാം? നമുക്ക് ഗിവൺ ഡാറ്റാസ് എല്ലാം എടുത്തെഴുതാം, കൂടെ ഫിഗറും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഫിഗറാണ് വരയ്ക്കണേ. There is our datum line. പൈപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പൈപ്പിൻ്റെ സെൻറ്ററാണ് നെക്സ്റ്റ് മാർക്ക് ചെയ്യുന്നത്. പൈപ്പിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. പൈപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഗിവൺ ഡാറ്റാസ് മാർക്ക് ചെയ്യാം. സെക്ഷൻ 1ൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 200 mm ആണ്. അപ്പോൾ സെക്ഷൻ 1 ആണ് കുറച്ചുകൂടി വീതിയുള്ള സെക്ഷൻ അല്ലേ. സെക്ഷൻ 1 സെക്ഷൻ 2 സെക്ഷൻ 1ലെ ഡയമീറ്റർ D1 ഈക്വൽ ടു 200 mm. സെക്ഷൻ 2ലെ ഡയമീറ്റർ ഈക്വൽ ടു 100 mm. 100 mm. ഓക്കെ, ഇനി എന്താണ്? ഹൈറ്റ് തന്നിട്ടുണ്ട്. സെക്ഷൻ 1 എന്ന് പറയുന്നത് ഡാറ്റത്തിൽ നിന്നും 6 മീറ്റർ എബോവ് ആണ്. ഇപ്പോൾ സെക്ഷൻ 1ലേക്കുള്ള Z1 ഹൈറ്റ്, ഈ പോയിന്റിലേക്കുള്ള Z1 ഹൈറ്റ് ഡാറ്റം Z1 ഈക്വൽ ടു 6 മീറ്റർ. സിമിലർലി സെക്ഷൻ 2ലേക്കുള്ള ഹൈറ്റ് Z2 എന്ന് ഡിനോട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 4 മീറ്റർ. ദെൻ നമുക്ക് തന്നിട്ടുള്ളത് പ്രഷർ തന്നിട്ടുണ്ട്. സെക്ഷൻ 1ൽ ഉണ്ടാകുന്ന പ്രഷർ P1, ഇതിനകത്താണ് മാർക്ക് ചെയ്യുന്നത്. P1 39.24 kilonewton per m square. kilonewton per m square തന്നിട്ടുണ്ട്. ദെൻ പിന്നെന്താ തന്നിട്ടുള്ളത്? ടോട്ടൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പൈപ്പിനകത്ത് കൂടി ഉണ്ടാകുന്ന ടോട്ടൽ ഡിസ്ചാർജ് Q 0.035 m³ per second. ഓക്കെ, ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതണം എന്നുള്ളത്.
ഇതെന്ത് ടൈലാണ്? ഡാറ്റം ലൈനാണ് അല്ലേ? ഇപ്പോഴും നമ്മൾ ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഗിവൺ ഡാറ്റാസിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഗിവൺ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് എഴുതാം. D1 ഈക്വൽ ടു 200 mm വിച്ച് ഈസ് ഈക്വൽ ടു 0.2 മീറ്റേഴ്സ്. എന്നാൽ പിന്നെ നമുക്ക് ഈ കൺവേർഷൻ എല്ലാം ഇവിടെ തന്നെ എഴുതി വയ്ക്കാം. ദെൻ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? D2 തന്നിട്ടുണ്ട്. ഡയമീറ്റർ അറ്റ് സെക്ഷൻ 2 100 mm വിച്ച് ഈസ് ഈക്വൽ ടു 0.1 മീറ്റേഴ്സ്. ക്ലിയർ? ദെൻ നമുക്ക് എന്താണ്? Z1 തന്നിട്ടുണ്ട്. Z1 ഈക്വൽ ടു 6 മീറ്റർ. മീറ്ററിൽ തന്നെയാണ് കൺവേർട്ട് ചെയ്യേണ്ട. Z2 ഈക്വൽ ടു 4 മീറ്റർ. ദെൻ P1 തന്നിട്ടുണ്ട്. P1 ഈക്വൽ ടു 39.24 കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് ഈ കിലോ ആവശ്യമില്ല, ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ കാൽക്കുലേഷൻ എല്ലാം ചെയ്യുന്നത് ന്യൂട്ടൺ വെച്ചിട്ടുള്ള വാല്യൂസിലാണ്. സോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കൺവേർഷനൊക്കെ എപ്പോഴും തെറ്റുന്നൊരു കാര്യമാണ്, പെട്ടെന്ന് തെറ്റാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് കൺവേർഷനൊക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ കെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. കെ റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. അപ്പോൾ കെ പോവും. 39.24 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ എം സ്ക്വയർ. കിലോ ആണ്. കിലോ എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. ഓക്കെ, അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10⁻³. കെ പോകാൻ വേണ്ടി 10⁻³ കൊണ്ട് ഇൻറ്റു ചെയ്തു. കെ പോയി. അപ്പോൾ ഈ ടേമിലേക്ക് ഇങ്ങനെ ഒരു വാല്യൂ വരികയാണ്, എക്സ് ന്യൂട്ടൺ പെർ എം സ്ക്വയർ. അപ്പോൾ ഇതിനെ കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്ര കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കെ ഈ ടേമിലേക്ക് കൊണ്ടുവരിക ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ടായിരുന്നു? ഒരു 10⁻³ ഉണ്ട്. അതിന് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 10⁻³ ഉണ്ട്. ഇത് റിമൂവ് ചെയ്യാണ് വേണ്ടത് അല്ലേ? ഇപ്പോൾ ഡിവൈഡഡ് ബൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണോ എക്സ് ഡിവൈഡഡ് ബൈ 10⁻³ ഓക്കെ, അത്രയും എന്താണ്? കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയർ. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. കെ എന്ന് പറയുന്നത് എന്താണ്? 10⁻³ ആണ്. അതിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 10⁻³ കൊടുക്കുക. അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കിലോ എന്ന് പറഞ്ഞ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 10⁻³ ഓക്കെ. നമുക്കിതുമായിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ഞാനിവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് 39 അല്ല, 0.035 m³/s. എല്ലാം മീറ്ററിൽ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ ആവശ്യമില്ല? കൺവേർഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഫൈൻ. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? പ്രഷർ ഇൻറ്റൻസിറ്റി കാണണം. P2 ആണ് കാണേണ്ടത്. പ്രഷർ ഇൻറ്റൻസിറ്റി P2 ആണ് കാണേണ്ടത്. അതായത് ഈ പോയിന്റിൽ പ്രഷർ ഇൻറ്റൻസിറ്റി P2 കാണണം. ക്ലിയർ? നമുക്ക് അറിയാവുന്ന ബെർണോളിസ് ഇക്വേഷൻ എഴുതാം. P1/ρg പ്ലസ് V1² 2g പ്ലസ് Z1 ഈക്വൽ ടു P2/ρg പ്ലസ് V2² 2g പ്ലസ് Z2. ഓക്കെ, ഇതാണ് ബെർണോളിസ് തിയറം പറയുന്നത്. ഇതിനകത്ത് നമുക്ക് അറിയാത്ത ടേംസ് ഏതൊക്കെയാണ്? P1 നോൺ ആണ്, V1 അറിയില്ല, ജിയും റോയ്ക്ക് ഓക്കെയാണ്, Z1 അറിയാം, P2 ആണ് കണ്ടുപിടിക്കേണ്ടത്, V2 അറിയില്ല, Z2 അറിയാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? V1 കണ്ടുപിടിക്കാം അല്ലേ? V1ഉം V2ഉം കണ്ടുപിടിക്കാം. V1 കാണാൻ എന്ത് ചെയ്യാം? V1 എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി എങ്ങനെ കാണുക? നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഡിസ്ചാർജ് Q ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ? ഏരിയ ഇൻറ്റു വെലോസിറ്റി. അതിനകത്തുനിന്ന് വെലോസിറ്റി എങ്ങനെ കിട്ടുക? വെലോസിറ്റി ഈക്വൽ ടു Q/A അല്ലേ? അപ്പോൾ നമുക്ക് ഏത് സെക്ഷനിലാണ് വേണ്ടത്? സെക്ഷൻ 1ലെയാണ്. സോ ഡിസ്ചാർജ് രണ്ട് സെക്ഷനിലും സെയിം ആണ്, Q/A1 ചെയ്താൽ മതി. ദെൻ V2 ആണ് കാണേണ്ടതെങ്കിലോ Q/A2 ചെയ്താൽ മതി. A1ഉം A2ഉം നമുക്ക് അറിയാവുന്നതാണ്, D1ഉം D2 ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? A1ഉം A2ഉം കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ ആദ്യം തന്നെ നമുക്ക് A1 A2 കണ്ടുപിടിക്കാം. സോ A1 ഈക്വൽ ടു π/4 d സ്ക്വയർ. ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.2 ഹോൾ സ്ക്വയർ. ഇത്രയാണ് എന്ത് പറയുന്നത് A1. സിമിലർലി A2 ഈക്വൽ ടു എന്താ വരിക π/4 0.1 ഹോൾ സ്ക്വയർ D1 അല്ലേ. D1 A1 എന്ന് പറയുമ്പോൾ π/4 D1 സ്ക്വയർ. A2 എന്ന് പറയുമ്പോൾ π/4 D1 സ്ക്വയർ അല്ല D2 സ്ക്വയർ. D2 0.1 ആണ്. ഇപ്പോൾ A1 ആയി A2 ആയി. ദെൻ ഡിസ്ചാർജ് അല്ലെങ്കിൽ വെലോസിറ്റി. V1 ഈക്വൽ ടു V1 എങ്ങനെ കാണുക Q ഡിവൈഡഡ് ബൈ A1. Q എത്രയായിരുന്നു 0.035 ഡിവൈഡഡ് ബൈ π/4 0.2 സ്ക്വയർ. സിമിലർലി V2 ഈക്വൽ ടു Q ബൈ A2 എന്ന് പറയുമ്പോഴത്തേനും 0.035 ഡിവൈഡഡ് ബൈ π/4 0.1 സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ V1 ആയി V2 ആയി. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താ വരിക മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയോ ഏരിയ എം സ്ക്വയർ. ഇവിടെയോ എം സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം ഇതിനകത്ത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യാം. P1ൻ്റെ വാല്യൂ 39.24 ഇൻറ്റു 10⁻³ P1 ബൈ റോ ജി. റോ എന്ന് പറയുന്നത് എത്രയാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ഇൻറ്റു 9.81 പ്ലസ് V1 സ്ക്വയർ. V1 നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ V1. അപ്പോൾ V1ൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 1.114 എന്നാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ കിട്ടുന്ന വാല്യൂ അത്ര തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 പ്ലസ് Z1 എത്രയാണ് 6 മീറ്റേഴ്സ് ഈക്വൽ ടു P2 ബൈ റോജിൻ്റെ വാല്യൂ 1000 ഇൻറ്റു ആ ടേമിന് ഞാൻ താഴെയാണ് കേട്ടോ എഴുതുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു P2 ബൈ റോ എന്ന് പറയുമ്പോൾ 1000 ഇൻറ്റു 9.81 പ്ലസ് V2ൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 4.456 ആണോ ചെക്ക് ചെയ്യുക. 4.456 ഡിവൈഡഡ് ബൈ സ്ക്വയർ V2 സ്ക്വയർ ബൈ 2 ഇൻറ്റു 9.81 പ്ലസ് 4 Z2. ഇതിനകത്തുനിന്ന് നമുക്ക് ഏത് ടേം മാത്രമേ അറിയാത്തുള്ളൂ? ഈ ഒരു ടേം മാത്രമാണ് നമുക്ക് അറിയാത്തുള്ളത് P2. സോ P2 കാൽക്കുലേറ്റ് ചെയ്യാലോ. P2നെ ഇവിടെ നിർത്തുക. ബാക്കിയുള്ള ടേംസിനെ എല്ലാത്തിനെയും ഇപ്പോഴത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. സോ നിങ്ങൾക്ക് കിട്ടുന്ന P2ൻ്റെ വാല്യൂ P2 ഈക്വൽ ടു 49552.53 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. ഓക്കെ, ഇത്രയുമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇത് തന്നെയാണോ കിട്ടണേ എന്നുള്ളത്. ഇനി നമുക്കിതിന് ആവശ്യമില്ല എന്നാൽ പോലും നമുക്കിതിനെ കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇതിനെ കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഈ പ്രോബ്ലം ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ഇതിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടേമിലേക്ക് എനിക്കിപ്പോൾ കിലോനെ ആഡ് ചെയ്യാണ് വേണ്ടത്. കെ എന്ന് പറഞ്ഞ വാല്യൂവിനെ ഇൻക്ലൂഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ. കെനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. സോ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10⁻³ ചെയ്താൽ മതി. അതായത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 49.55 കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയർ. ആണോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കൺവേർഷൻ. ഇതിൽ ഈ ഒരു ആൻസർ വരെ മതി. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ
കൺവേർഷൻ പറയാൻ വേണ്ടിയാണ് അത്രയും കൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആകെ അറിയേണ്ടത് ബെർണോളിസ് തിയറം, ഈ ഒരു ഇക്വേഷൻ മാത്രമാണ്. പിന്നെന്ത് വേണം? ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് എന്നുള്ളത് കൂടി അറിയണം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും നവംബർ 2020 വരുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ബെർണോളിസ് തിയറം എന്താണെന്ന് പറഞ്ഞു, ആബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബെർണോളിസ് തിയറത്തിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, അതിൻ്റെ ലിമിറ്റേഷൻസ്, അസംഷൻസ് പഠിക്കണം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മൊഡ്യൂൾ 1 എന്നുള്ളത് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അതിനകത്തും മൊഡ്യൂൾ 1 വരുന്ന കാര്യങ്ങൾ.